ഓടി വാടാ. അയ്യോ ഒന്ന് വാടാ ചെറുക്ക. എവിടെ പോയി കിടക്കുന്നു? പിടിച്ചു മാറ്റടാ. ഒന്ന് വന്ന് രക്ഷിക്കടാ. വജ്രാസിൽ പ്രാണാസനം കയറ്റി ഒരു സാധനം ചെയ്താടാ. പ്രതീക്ഷ പോലെ അങ്ങോട്ട് ഒത്തില്ല. എങ്ങനെ അയച്ചെടുക്കാനാണ് നൂഡിൽസ് പോലെ? അമ്മേ അമ്മാവനത് എവിടെ തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കി. അതറിയാമെങ്കിൽ ഞാൻ ഈ പടാപ്പാട് പെടുവോടാ. ഇന്ന് വായിട്ടലക്കാതെ എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് വലിച്ചു നോക്കടാ. ഒരു മിനിറ്റ് ഞാൻ പോരാ. നീ ഇതെവിടെ പോ? ഞാൻ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കാം. എടാ നാറി വന്നിട്ട് ഈ കെട്ടൊന്ന് അഴിക്കാൻ നോക്കടാ. പിടിക്കണം, ഞാനൊന്ന് അഴിച്ചെടുക്കട്ടെ. ഉരുട്ടി കളിക്കണ നേരെ പിടിച്ച് വലിക്കടാ അങ്ങോട്ട്. അയ്യോ എന്തു പറ്റി? നാട്ടുകാരൊക്കെ ഓടിക്കൂടണം. എന്തേലും ഒക്കെ ഒന്ന് കാണിക്കടാ. അയ്യോ ഇതെന്താ ഇങ്ങനെ? അതൊരു ആസനം മാറിപ്പോയതല്ലേ മാമ? എന്ത് യോഗാസനത്തിൽ ഒരു പുതിയ ആസനം കണ്ടുപിടിക്കാൻ നോക്കിയത്. അപ്പൊ ആസനം കാണാനില്ല. ഇന്ന് റിവ്യൂ പറയാണ്ട് വലിച്ചു വരടാ പന്നി. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അതിപ്പോ തൃശ്ശൂർ റൗണ്ട് പോലെയല്ല. അവിടെ ഒന്ന് പിടിക്കരുത്, പെൺകൊച്ച് നിൽക്കാണ്. അമ്മാ മാമനെ കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഒന്ന് അഴിച്ചെടുക്കായിരുന്നു. വാ പോക്ക് അത് എങ്ങനെങ്ങാണ്ട് കൊണ്ടിരുത്താം. എന്ത് കാര്യത്തിൽ കുട്ടിയതാ. ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. ഡ്രസ്സ് വാഷ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു കരച്ചിൽ കേട്ടത് അമ്മാവന്റെ. പേടിക്കണ്ട മോളെ, പല കണ്ടുപിടുത്തങ്ങളും ഇങ്ങനെ. ഇതൊക്കെ ഇവിടെ പതിവാ. അമ്മാവന് എന്തിന്റെ കേടായിരുന്നു? വെറുതെ ആളവനക്കെടുത്താണ്. മോളുടെ പേരെന്താന്ന് പറഞ്ഞേ? രാധിക. വിളിച്ചാ വിളിപ്പുറത്ത് ഒരാളുണ്ടാവുന്ന എന്തുകൊണ്ട് നല്ലതാ. അതെ, ഞാൻ അമ്മാവനും കൂടി ഇങ്ങനെ കുറെ ആസനങ്ങളൊക്കെ പരീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരാൻ ആളുള്ളതല്ല. നിങ്ങളിവിടെ പുതിയ താമസക്കാരല്ലേ? അതെ. ഇവിടെ കുറെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ഒച്ചയും ബഹളം കേട്ടപ്പോൾ മനസ്സിലായി പുതിയ ഏതോ താമസക്കാർ വന്നിട്ടുണ്ടെന്ന്. നിങ്ങളിത് വാങ്ങിയതാണോ? ഏയ് അല്ല, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഈ വീട്ടിലെ ആൾക്കാരൊക്കെയോ? ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ആരെയും. ഒരിക്കൽ ഹരിതാറിലൊരു യാത്ര പോയതാ. അവിടെ വെച്ചൊരു സ്വാമീനെ പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞതാ പുള്ളിയുടെ ഒരു വീട് ഒഴിഞ്ഞിടപ്പെട്ടത്. അങ്ങനെ വന്നതാ. കുറച്ചു കാലം ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും. അതെ, ഞാനും അമ്മാവനും കൂടി കുറച്ചാൾ യോഗ മെഡിറ്റേഷനൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഓ സോറി, പരിചയപ്പെടുത്താൻ പറഞ്ഞു. ബൈ ദ ബൈ, ഐ എം മനു ആൻഡ് ദിസ് ഇസ് പുഷ്പാങ്കതൻ. രാധികയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മാമയും. പിന്നെ ശരി, ഇന്ന് പിന്നെ കാണാം. എടാ വായി നോക്കി നിൽക്കാണ്ട് എന്നെ എടുത്ത് അകത്തോട്ട് കൊണ്ടുവെക്കടാ. അതിനാരും ആയി നോക്കി. ഓ